നമ്മളെ കഴിഞ്ഞ വർഷം 2025 ഏകദേശം 45,000-ഓളം റോഡ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ തന്നെ ഏതാണ്ട് 3,300 പ്ലസ് അപകടങ്ങളിൽ മരണമടഞ്ഞ കേസുകളുണ്ട്, ഡെത്തായിപ്പോയത്. അപ്പോൾ അതൊക്കെ വളരെ കൂടുതലാണ്, കൂടി വരികയാണ്. ലോകരാജ്യങ്ങളെ മുഴുവൻ നമ്മളെടുക്കുമ്പം ഏതായാലും 4.5 ലക്ഷം പേരോളം 4 ലക്ഷത്തോളം അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ തന്നെ 1.5 ലക്ഷം പേരോളം മരണമടഞ്ഞിട്ടുണ്ട്. മാറി വരുന്ന സാഹചര്യത്തിൽ ഈ അപകടത്തിൻ്റെ ഡെൻസിറ്റി ഇങ്ങനെ കൂടാനുള്ള കാര്യം 70% വേഗതയാണ്, അപകടകരമായ വേഗതയാണ് 70%. ബാക്കി മറ്റ് അശ്രദ്ധമായ മറ്റ് കാര്യങ്ങളുണ്ട്. അതുകൂടാതെ വാഹനത്തിൻ്റെ ഒരു കൃത്യമായ പരിചരണമില്ലാത്ത വാഹനങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റെ മെക്കാനിക്കൽ ഭാഗത്തിൻ്റെ അപാകത, ഒരു 2% റോഡിൻ്റെ ശോചനീയാവസ്ഥയും അതിനകത്ത് വരാറുണ്ട്. വേഗത എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വാഹനത്തിൽ ഇരിക്കുന്നയാൾക്ക് ആ വാഹനത്തിൻ്റെ സ്പീഡോമീറ്ററിൽ നോക്കാതെ ആ വാഹനത്തിൻ്റെ വേഗത അറിയാൻ പറ്റില്ല. നമ്മൾ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത് എന്ന് നമുക്കറിയാനായിട്ട് അതിൻ്റെ സ്പീഡോമീറ്ററിൽ നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അത് 2 വീലറായാലും 4 വീലായാലും നമ്മളതിൻ്റെ സ്പീഡോമീറ്ററിൽ നോക്കുമ്പോഴാണ് ഞാൻ 60 കിലോമീറ്റർ സ്പീഡിലാണല്ലോ യാത്ര ചെയ്യുന്നത് എന്നുള്ളൊരു പേടി വരുന്നത്. ആ വാഹനം കൈകാര്യം ചെയ്യുന്ന വ്യക്തി അയാളുടെ മാനസിക ഒരു പക്വത അനുസരിച്ചായിരിക്കും ആ വാഹനത്തിൻ്റെ പോക്ക് തന്നെ. വേഗത കൂടുമ്പം ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കൺട്രോൾ ചെയ്യുന്ന സംവിധാനം അതിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം അത് കൃത്യമായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതെങ്കിൽ, അത് കൃത്യമായ രീതിയിലല്ല നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നതെങ്കിൽ ആ വാഹനം അപകടത്തിൽപ്പെടാനുള്ള ചാൻസ് 99% കൂടുതലാണ്. നമ്മുടെ വേഗത പോലെ ആയിരിക്കില്ല ആ റോഡിൻ്റെ വേഗത. ഈ റോഡെല്ലാം റേസിംഗ് ട്രാക്കല്ല, സ്ട്രീറ്റ് റോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ആവറേജ് ഉപയോഗമാണ്, പൊതു ഉപയോഗത്തിനാണ്. റേസിംഗ് ട്രാക്കുകൾ ആ റേസിങ്ങിന് വേണ്ടി മാത്രമായിട്ട് നിർമ്മിച്ചിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ കൃത്യമായ ഘടനയിലാണ്. അതിൻ്റെ പ്രതലം, അതിൻ്റെ കെർവുകൾ, അതിൻ്റെ സ്ട്രെയിറ്റ് റോഡുകൾ, ഇതെല്ലാം കൃത്യമായ അളവിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ സ്ട്രീറ്റ് റോഡുകൾ അങ്ങനെയല്ല, അതിൻ്റെ കർവ് ആവറേജ് രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാരണം പൊതുവായി വരുന്ന വാഹനങ്ങൾ, എല്ലാ വാഹനങ്ങളും, ഒരുപാട് ടൈപ്പ് വാഹനങ്ങൾ ഓടുന്ന റോഡുകളാണ്. എല്ലാ വാഹനങ്ങളും ആ റോഡിൽ കൂടെയാണ് പോകേണ്ടത്. അപ്പം അത് പൊതുവായ ഒരു സംവിധാനത്തിലാണ് അത് നിർമ്മിക്കുന്നത്. നാറ്റ്പാക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് ഈ കാര്യങ്ങളെല്ലാം റിസർച്ച് ചെയ്ത്, അതായത് ഹൈവേകളും സ്റ്റേറ്റ് ഹൈവേകളും നിർമ്മിക്കുന്നത് റിസർച്ച് ചെയ്ത് ആ നിർമ്മാണ പ്രവൃത്തികളിൽ പങ്കാളികളാകുന്നതും അതിൻ്റെ റോഡിലെ മാർക്കിങ്ങുകളും ഡിസൈനുകളും സംവിധാനം ചെയ്യുന്നത് നാറ്റ്പാക്കാണ്. അതിൻ്റെ അനുബന്ധ സ്ഥാപനമായ ഓരോ സ്റ്റേറ്റിനും അനുബന്ധ സ്ഥാപനങ്ങളുണ്ട്. ഇവരാണ് സ്റ്റേറ്റ് ഹൈവേകളും മറ്റും റിസർച്ച് ചെയ്ത്, ആ റോഡ് പണി മാത്രമല്ല, ആ റോഡ് അതിൻ്റെ ഇനാഗ്രേഷൻ കഴിഞ്ഞ് ഒരു 6 മാസത്തോളം അവരെ ആ റോഡിനെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതിന് പോലീസിൻ്റെ സഹായം അവർ തേടും, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സഹായം തേടും. അവർ ചോദിക്കുന്നത് എവിടെയെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായി അവരെ അറിയിക്കണം. കൂടുതൽ അപകടങ്ങളാണ് ബ്ലൈൻഡ് സ്പോട്ടുകൾ എന്ന് പറയുന്ന ഒരു ഭാഗം റോഡുകളിൽ ഉണ്ടാകാറുണ്ട്. അതിന് നമ്മൾ ഡാർക്ക് സ്പോട്ടുകൾ എന്ന് പറയും. കാരണം സ്ഥിരമായ അപകടം ഉണ്ടാകുന്ന ചില സ്ഥലങ്ങളുണ്ട്. അപ്പം അവിടെ എന്തുകൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത്, അതിന് ആ അപകടം ഉണ്ടാകുന്ന കൂടുതൽ അപകടം ഉണ്ടാകുന്ന സ്ഥലങ്ങൾ ആ സ്പോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ കൂടുതലായി വാഹന പരിശോധന നടത്തും. പോലീസാണെങ്കിൽ വാഹന പരിശോധന നടത്തും. അവിടെ എന്തുകൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത് എന്നുള്ളൊരു പഠനം നടത്തിയ ശേഷം അതിന് നടത്തേണ്ട മാറ്റങ്ങൾ അവർ നിർദ്ദേശിക്കും. ചിലപ്പോൾ അവിടെ കെർവിൻ്റെ അളവ് വ്യത്യാസമായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മിനുസം കൂടിയതുകൊണ്ടല്ലേ, മറ്റ് എന്തെങ്കിലും, ഇനി അവിടെ ഒരു ഹമ്പ് വേണമെങ്കിൽ അത് സ്ഥാപിക്കും. അതും അല്ലെങ്കിൽ പോലീസിനോട് അവിടെ വാഹന പരിശോധന നടത്താൻ പറയും. കാരണം ആ സമയം അവിടെ വേഗത കൂടുന്നതുകൊണ്ടാകാം, പോലീസിൻ്റെ ഒരു ശ്രദ്ധയുണ്ടെങ്കിൽ അപകടം ഉണ്ടാകാൻ സാധ്യത കുറവായിരിക്കാം. ചിലപ്പം ഡിവൈഡറുകൾ അവിടെ സ്ഥാപിക്കാം. മറ്റ് പല സംവിധാനങ്ങളും സ്ഥാപിച്ച് അത് ഒഴിവാക്കാനായിട്ട് അവർ ശ്രമിക്കാറുണ്ട്. അത് ആ സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, അവരതങ്ങനെ കൃത്യമായി ചെയ്യാറുമുണ്ട്. അതിന് പോലീസ് സഹകരിക്കാറുണ്ട്. പോലീസ് അവിടെ പോയി വാഹന പരിശോധന നടത്താറുണ്ട്. അത് ബഹുമാനപ്പെട്ട DGP തന്നെ നിർദ്ദേശിക്കാറുണ്ട്, നിങ്ങൾ ഇന്ന പോലീസ് സ്റ്റേഷൻ്റെ ഇന്ന പരിധിക്കുള്ളിൽ വാഹന പരിശോധന കൃത്യമായി നടത്തിയിരിക്കണം. കാരണം അവിടെ സ്ഥിരമായി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ വേഗത കൂടുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളുണ്ട്. അവിടെ പോലീസിൻ്റെ ശ്രദ്ധ വേണം. അപ്പം നമ്മളങ്ങനെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ പല പോലീസ് സ്റ്റേഷൻ ഹൈവേകളിലും സൈഡിലും അങ്ങനെ ഒരു ബ്ലൈൻഡ് സ്പോട്ട് അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് നമ്മൾ മാർക്ക് ചെയ്ത് അവിടെ പോലീസ് വാഹന പരിശോധനകൾ നടത്താറുണ്ട്. അപകടം മാക്സിമം ഒഴിവാക്കാനായിട്ട് പോലീസും ബന്ധപ്പെട്ട അതോറിറ്റികളും ശ്രമിക്കാറുണ്ട്.
ഒരു 84 കാലഘട്ടങ്ങളിൽ ഒരു 3 ലക്ഷം വാഹനമായിരിക്കാം നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത്. ഒരു ആവറേജ് കണക്ക് ഒരു 3 ലക്ഷം വാഹനങ്ങൾ. എന്നാൽ അത് 2025 വന്നപ്പോൾ 26 വന്നപ്പോൾ ഈ കഴിഞ്ഞ വർഷം തന്നെയാണ്ട് 2 ലക്ഷം വാഹനങ്ങളോടും രജിസ്റ്റർ ചെയ്തു എന്നാണ് കണക്ക്. അപ്പം അത്രത്തോളം വാഹനപ്പെരുപ്പം നമ്മുടെ നാട്ടിലേക്ക് വന്നു. ആ വാഹനപ്പെരുപ്പം വരുമ്പം 2019 മുൻപും ശേഷവും എന്ന് നമ്മൾ ഇതിനെ തരംതിരിക്കും. ഞാൻ അങ്ങനെയാണ് ഇതിനെ കാണുന്നത്. 2019 നമുക്ക് കൊറോണ വന്ന് നമ്മൾ ലോക്ക്ഡൗൺ ആയിപ്പോകുന്നു. ആ കാലഘട്ടങ്ങളിൽ ഈ വീട്ടിലിരുന്ന എല്ലാവരും ഡ്രൈവിംഗ് പഠിച്ചു. എല്ലാ വീടുകളിലും ഒരു 2 വീലറെങ്കിലും എന്ന അവസ്ഥയിലേക്ക് വന്നു. കാരണം സ്വന്തം കാര്യത്തിന് പോകാനായിട്ട് ഒരു 2 വീലർ വേണം. അങ്ങനെ 2 വീലർ ഒരെണ്ണം ഉണ്ടായിരുന്നയാൾ രണ്ടാമതൊരെണ്ണം കൂടെ വാങ്ങി. ഇല്ല സൈക്കിളുമായിട്ട് നടന്നയാൾ ഒരു 2 വീലർ വാങ്ങി. കാറില്ലാത്തവർ എവിടുന്നെങ്കിലും ഒരു പഴയ കാറ് വാങ്ങി. അങ്ങനെ എല്ലാ വീടുകളിലും വാഹനമായി. അത് തന്നെ ആ കാലഘട്ടത്തിൽ ലോക്ക്ഡൗണിൽ വീട്ടിൽ ഇരുന്ന കൊച്ചു കുട്ടികൾ വരെ വാഹനം ഓടിക്കാൻ പഠിച്ചു. അതാണ് അതിൻ്റെ സത്യം. എല്ലാവർക്കും വാഹനം ഓടിക്കാം. ഒരു സ്കൂട്ടർ ഓടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ മെക്കാനിക്കൽ സംഭവമൊന്നുമല്ല. ഒരു സൈക്കിൾ ബാലൻസ് ഉള്ള ഒരാൾക്ക്, ഒരു നല്ല മാനസിക തൻ്റെ ഉള്ള ഒരാൾക്ക് ഒരു സ്കൂട്ടർ ഓടിച്ച് നടക്കാം. കുഴപ്പമില്ലാത്ത കാര്യമല്ല. ഒരു ബൈക്ക് ഓടിക്കുക അതൊന്നും അത്ര വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ ഈ വാഹനങ്ങളെല്ലാം നമ്മൾ ഓടിക്കുമ്പം ഇതിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളെക്കുറിച്ചും കൂടെ നമ്മൾ അറിവ് വേണം. ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിന് നമ്മൾ ചെല്ലുമ്പം നമ്മൾ ആ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ ഭാഗങ്ങളെക്കുറിച്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഈ വാഹനത്തിന് എന്താണ് സംഭവിക്കുന്നത്, ക്ലച്ച് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഇത് സംഭവിക്കുന്നത്, അല്ലെ ബ്രേക്ക് ഞാൻ എങ്ങനെ അപ്ലൈ ചെയ്യണം, എങ്ങനെയാണ് റിയർ ബ്രേക്കും ഫ്രണ്ട് ബ്രേക്കും ഞാൻ അപ്ലൈ ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളെക്കുറിച്ചും അല്ലെ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താണ് ആ വാഹനത്തിന് സംഭവിക്കുന്നത്, ക്ലച്ച് ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ആ വാഹനത്തിന് സംഭവിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയില്ലാതെ നമ്മൾ റോഡിൽ വാഹനം ഇറക്കിയാൽ അപകടത്തിൽ ഉറപ്പായ കാര്യമാണ്. നമ്മൾ ആ ഡ്രൈവിംഗ് ടെസ്റ്റിന് ചെല്ലുമ്പോൾ ഈ കാര്യങ്ങളും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുക. നല്ല ഡ്രൈവിംഗ് സ്കൂളുകളിൽ, അതുകൊണ്ടാണ് ആൾക്കാർ പറയുന്നത് നല്ല ഡ്രൈവിംഗ് സ്കൂളുകളിൽ പഠിക്കണം. കാരണം നമ്മളെ ഒരാൾ ഡ്രൈവിങ് ഏത് വാഹനം ഓടിക്കാനാണ് ഒരാൾ പഠിപ്പിക്കുന്നത്, അയാളാണ് നമ്മളിലേക്ക് വരുന്നത്. അയാളുടെ തെറ്റുകളും ശരികളുമാണ് നമ്മൾ ആവർത്തിക്കുന്നത്. കൃത്യമായ നല്ല ശിക്ഷണത്തിൽ ഒരു ഡ്രൈവിംഗ് പഠിച്ച ഒരാൾ കൃത്യമായ റോഡിൽ നല്ല രീതിയിൽ തന്നെ വാഹനം ഓടിക്കും. 99% കുട്ടികൾ ഡ്രൈവിംഗ് പഠിക്കുന്നത് ഒന്നീ രക്ഷിതാക്കളുടെ കയ്യിൽ നിന്നാണ്, അല്ലെങ്കിൽ അവൻ്റെ സുഹൃത്തിൻ്റെ വാഹനത്തിലാണ്, അല്ലെ അവൻ്റെ കൂട്ടുകാരനെ പഠിപ്പിച്ച്. ആ പഠിപ്പിച്ചവരെല്ലാം ആവർത്തിക്കുന്ന തെറ്റുകൾ ഈ കുട്ടികളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്ക് 18 വയസ്സിൽ താഴെയുള്ളവരെല്ലാം കുട്ടികളാണ്. അപ്പം നമ്മുടെ നാട്ടിലെ ലൈസൻസ് കൊടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ 18 വയസ്സ് പ്രായപൂർത്തിയായ ആൾക്കാണ് ലൈസൻസ് കൊടുക്കുന്നത്. അതിനാദ്യം തന്നെ നമ്മൾ അതിൻ്റെ നിയമപരീക്ഷ പാസ്സാകണം. അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന നിയമപരീക്ഷ ആദ്യം ഈ വാഹനം റോഡിലെ സിഗ്നലുകളെ മറ്റു കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചോദ്യാവലി അടങ്ങുന്ന ആ പരീക്ഷ നമ്മൾ പാസ്സാകണം. അതിനുശേഷം 6 മാസത്തിനുള്ളിൽ റോഡിൽ വാഹനം ഓടിക്കാനായിട്ട്, അതായത് 2 വീലർ ആണെങ്കിൽ നമ്മളൊരു 8 എടുക്കുന്ന സംവിധാനം, അത് ഈസി ആയിട്ട് എടുക്കുന്ന സംവിധാനം പഠിച്ച് റോഡിൽ വാഹനം ഓടിക്കുന്ന സംവിധാനം കൃത്യമായി പഠിച്ച ശേഷം നമ്മൾ 6 മാസത്തിനുള്ളിൽ അവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകണം. ആ ടെസ്റ്റിന് ഹാജരായി അവർ നടത്തുന്ന ടെസ്റ്റുകൾ കൃത്യമായി പാസ്സായാലാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക. അപ്പോൾ ഈ 6 മാസത്തിനുള്ളിൽ എന്ന് പറയുന്നത് ഈ ലേണേഴ്സ് ലൈസൻസ് എന്ന് പറയുന്ന ആദ്യത്തെ ഈ നിയമപരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു ലേണേഴ്സ് ലൈസൻസ് കിട്ടുന്നു. ആ ലേണേഴ്സ് അതൊരു പേപ്പറാണ്. നമ്മൾ ലേണേഴ്സ് പാസ്സായിട്ടുണ്ട്. ആ പേപ്പർ ഉപയോഗിച്ച് നമ്മളൊരു 6 മാസം കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിച്ച് ഈസി ആയിട്ട് റോഡിൽ വാഹനം ഓടിക്കാൻ പഠിച്ച ശേഷം അതതിൻ്റെ ഫിസിക്കലായിട്ടുള്ള, അതായത് വണ്ടി ഓടിക്കാനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് പാസ്സാകണമെന്നാണ്. അപ്പോൾ ഈ ലേണേഴ്സ് വെച്ച് നമ്മൾ വാഹനം ഓടിക്കാൻ പഠിക്കുമ്പോൾ ഈ വാഹനം ഓടിക്കുമ്പം നമുക്ക് ലൈസൻസ് ഉള്ള ഒരാൾ കൂടെ വേണം. കാരണം ഈ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഈ ലൈസൻസ് ഇല്ലാത്ത ആൾ വാഹനം ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഏൽക്കാനും അതിൻ്റെ ഉത്തരവാദിയായ ഒരു ലൈസൻസ് ഉള്ള ഒരാൾ വാഹനത്തിൽ വേണം. അതാണ് നമ്മൾ ഡ്രൈവിംഗ് സ്കൂളുകളെ ആശ്രയിക്കുന്നത്. അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ട്, അവർ കൃത്യമായോട് പഠിപ്പിക്കുന്നു, നമ്മളെ പരീക്ഷയ്ക്ക് അറ്റൻഡ് ചെയ്യിക്കുന്നു. ഇതെല്ലാം അവരുടെ കടമയാണ്. നമ്മളതിന് ഫീസ് കൊടുക്കുന്നു, നിശ്ചിത ഫീസ് കൊടുക്കുന്നത്. ഒരു മാതാപിതാക്കൾ ഇത് പഠിപ്പിക്കുന്ന സമയത്ത്, അല്ലെ മാതാപിതാക്കൾ സമ്മതിക്കുന്ന, അവർ റോഡിൽ കൂടി ഈ വാഹനം ഓടിക്കാൻ അവരെ പഠിപ്പിക്കുമ്പോൾ ഇവർ വീട്ടിലില്ലാത്ത സമയം, അല്ലെ അവരവരുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയം, അവിടെ ഇരിക്കുന്ന വാഹനവും എടുത്ത് ഇവർ റോഡിലിറങ്ങും. 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടി, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും, ലൈസൻസ് ഇല്ലാതെ റോഡിൽ വാഹനം ഓടിക്കാൻ നമ്മുടെ നാട്ടിലെ നിയമം അനുവദിക്കുന്നില്ല. ലൈസൻസ് ഇല്ലാത്തയാൾ വാഹനം ഓടിച്ചാൽ ആ ലൈസൻസ് ഇല്ലാത്തയാൾ വാഹനം ഓടിച്ചതിന് 5000 രൂപയാണ് പുതിയ ഫൈൻ നിരക്കുകൾ വന്നിരിക്കുന്നത്. അത് 2 രീതിയിൽ
ഇതിനെ എഫക്റ്റ് ചെയ്യും. ഒന്ന്, ലൈസൻസ് ഇല്ലാത്തയാൾ വാഹനം ഓടിച്ചതിനും ലൈസൻസ് ഇല്ലാത്തയാൾക്ക് വാഹനം ഓടിക്കാൻ കൊടുത്തതിനും 2 ഫൈനാണ് വരിക. വാഹനം ഓടിച്ചതിനും വാഹനം ഓടിക്കാൻ കൊടുത്തതിനും. കാരണം അയാൾക്ക് ലൈസൻസ് ഇല്ല എന്നും അയാളെ വാഹനം ഓടിക്കാൻ അർഹനല്ല എന്നും അറിയാവുന്ന വ്യക്തി ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥനെ ഇയാൾക്ക് വാഹനം വിട്ടുകൊടുത്തിരിക്കുന്നു. അപ്പോൾ അതും ബോധപൂർവമായ ഒരു കുറ്റകൃത്യമാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെ ഫൈനായ 5000 രൂപ വരും. ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഓടിച്ച് പോകുന്ന സമയത്ത് ഈ ലൈസൻസ് ഇല്ലാത്ത വ്യക്തി ഓടിച്ചുകൊണ്ട് പോകുന്ന വാഹനം ഒരാളെ ഇടിച്ചു, ഒരാളെ തട്ടി, അയാൾ മറിഞ്ഞു വീണു, അയാൾക്ക് കാഷ്വാലിറ്റി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അയാളുടെ പല്ല് പോയി, അല്ലെ എല്ലിന് പൊട്ടലുണ്ടായി. ഇങ്ങനെ വരുന്ന അവസരത്തിൽ പോലീസ് അത് കേസെടുക്കാൻ നിർബന്ധിതമാകും. നിർബന്ധിതമല്ല, കേസെടുക്കും. അത് കേസെടുക്കുന്ന സമയത്ത് വാഹനം ഓടിച്ച വ്യക്തി പ്രായപൂർത്തിയാകാത്ത ജുവനലാണ്. എന്തായാലും അയാൾക്കെതിരെ കേസെടുക്കും. കാരണം ഇന്നത്തെ കാലത്ത് ഈ വാഹനം ഓടിച്ച വ്യക്തിയുടെ ഒരു മൊബൈൽ വീഡിയോ എങ്കിലും കാണും, അല്ലെങ്കിൽ CC ക്യാമറ ദൃശ്യങ്ങളുണ്ട്. സാക്ഷികൾ പറയും പ്രായപൂർത്തിയാകാത്ത വ്യക്തിയാണ് വാഹനം ഓടിച്ചത്, ഞാൻ കണ്ടതാണ്, ഇയാളാണ് വാഹനം ഓടിച്ചത്. അത് കേസെടുക്കും. ഓൾറെഡി കേസെടുത്ത് ഈ കേസ് കോടതിയിൽ ചെല്ലുമ്പോഴത്തേക്ക് പ്രായപൂർത്തിയാകാത്ത വ്യക്തിയായതിനുകൊണ്ട് ഈ കേസ് ജുവനൽ വിഭാഗത്തിൽപ്പെടുത്തിയിട്ട് ജുവനലിലേക്ക് പോയിട്ട് പ്രായപൂർത്തിയാകാത്ത വ്യക്തിക്ക് വാഹനം ഓടിക്കാൻ കൊടുത്തതിന് ഈ അപകടത്തിൽപ്പെട്ട വാഹനത്തിൻ്റെ ഉടമസ്ഥന് 25000 രൂപ ഫൈൻ വരും. അത് ആ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ കോടതി അടച്ചു കഴിയുമ്പോഴത്തേക്ക് ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല, അയാൾ പ്രായപൂർത്തിയാകാത്ത ആളല്ലേ, നിങ്ങൾ പോയിക്കൊള്ളൂ, നിങ്ങൾ ഫൈൻ കോടതി അടയ്ക്കും. അവിടെ വേറൊരു കുഴപ്പം കൂടെ ഉണ്ടാവും. ഈ കേസിൽ ഈ ഫൈൻ അടയ്ക്കുന്നതോടുകൂടി ഈ വാഹനം ഓടിച്ച വ്യക്തി സ്വതന്ത്രമായി. കാരണം അയാൾ അതിൻ്റെ പിഴയായി 25000 രൂപ കോടതിയിൽ അടച്ചിരിക്കുന്നു. അപ്പം ഈ പരിക്ക് പറ്റിയ വ്യക്തിക്ക് ഇൻഷുറൻസ് പരിരക്ഷ കിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ ക്ലെയിം കിട്ടണം. അയാൾ ഈ കോടതിയിൽ നിന്നും ഈ കേസുമായിട്ട് MACT എന്ന് പറയുന്ന മോട്ടോർ ആക്സിഡൻറ്റ് ട്രൈബ്യൂണലിലേക്ക് പോകും. അവിടെ ഈ വാഹനത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ ആൾക്കാരും ഈ പരിക്ക് പറ്റിയ ആളുടെ വക്കീലും തമ്മിലായിരിക്കും വാദം നടക്കുക. ഇൻഷുറൻസ് കൊടുക്കുന്നത്, വാഹനത്തിന് ഇൻഷുറൻസ് കൊടുക്കുക എന്ന് പറയുന്നത്, ആ ഇൻഷുറൻസ് കൊടുക്കുന്ന വാഹനം ഓടിക്കേണ്ടത് ലൈസൻസുള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പം ഈ കേസ് ആ ട്രൈബ്യൂണലിൽ ചെല്ലുമ്പോഴത്തേക്ക് ഇൻഷുറൻസ് കമ്പനിയുടെ വക്കീൽ പറയും ഈ വാഹനം ഓടിച്ചത് ലൈസൻസ് ഇല്ലാത്ത ഒരാളാണ്, അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഇൻഷുർ ചെയ്തിരിക്കുന്ന വാഹനം ലൈസൻസ് ഉള്ളൊരു വ്യക്തി ഓടിക്കണം. അപ്പം നഷ്ടപരിഹാരം ആരാണ് കൊടുക്കേണ്ടത്? ഞങ്ങളാണോ കൊടുക്കേണ്ടത്? അവരങ്ങനെ ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയം കോടതി ഈ വാദി അല്ലെ ഈ വന്നിരിക്കുന്ന പരിക്ക് പറ്റിയ ആളുടെ വക്കീലും ആയിട്ട് പറയും അതിനകത്തൊരു സൊല്യൂഷൻ ഉണ്ടാക്കുക. എന്താണ് ഒരു സൊല്യൂഷൻ? ആ സൊല്യൂഷനാണ് RC ഓണറെ സ്വന്തം കയ്യിൽ നിന്നും നഷ്ടപരിഹാരം കൊടുക്കണം. RC ഓണർ സ്വന്തം പോക്കറ്റിൽ നിന്നും നഷ്ടപരിഹാരം കൊടുക്കും. ഇൻഷുറൻസ് കമ്പനി ഈ കാര്യത്തിൽ ഇടപെടുകയില്ല. കാരണം ഇന്നത്തെ പഴയ കാലമല്ല. ഇന്ന് ആക്സിഡൻറ്റ് ഉണ്ടായാൽ ഒരു കേസെടുത്താൽ ഉടൻ തന്നെ ആ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് കമ്പനി ഏതാണോ, ആ വാഹനം ഇൻഷുർ ചെയ്തിരിക്കുന്ന കമ്പനി ഏതാണോ, അവരുടെ അന്വേഷണത്തിന് ആൾക്കാരുണ്ട്. അവരാ കേസ് ഫയലുമായിട്ട് ആ സ്പോട്ടിൽ പോവും. അവിടെ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഈ പോലീസ് തയ്യാറാക്കിയ ഒരു സീൻ പ്ലാനുണ്ട്. ഈ ആക്സിഡൻറ്റ് നടന്ന സ്പോട്ടിൽ പോലീസ് തയ്യാറാക്കിയ ഒരു സീൻ പ്ലാൻ അവരതെടുക്കും. ആക്സിഡൻറ്റ് എവിടെ വെച്ചാണ് നടന്നത് കൃത്യമായിട്ടും പോലീസ് വരച്ചു കൊടുത്തിരിക്കുന്ന ആ രൂപരേഖ വെച്ച് അവർ ആ റോഡിലെ എവിടെയാണ് ആക്സിഡൻറ്റ് നടന്നത് അത് കൃത്യമായിട്ട് നോക്കും. ഈ ആക്സിഡൻറ്റ് നടന്നതാണോ? അവർ സാക്ഷികളോട് ചോദിക്കും, ഇത് സംഭവം നടന്നതാണോ? അതെ. അപ്പോൾ ആരാണ് വാഹനം ഓടിച്ചിരുന്നത്? ഇന്നയാളാണ് വാഹനം. പിന്നെ ഈ വാഹനത്തിന് ആക്സിഡൻ്റ് ഉണ്ടായാൽ 2 സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ്. ഒന്ന്, ഈ വാഹനത്തിൻ്റെ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ്. അതിന് പോലീസ് അപേക്ഷ കൊടുത്ത്, ഇപ്പോൾ ഓൺലൈനിലാണ് അപേക്ഷ കൊടുക്കുന്നു, RTOയ്ക്ക് കൊടുക്കുന്നു. RTO അവിടെ നിന്ന് വന്ന് വാഹനം പരിശോധിക്കുന്നു. രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ്, അപകടം പറ്റിയ ആൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം. അയാളുടെ വോണ്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് അതിൽ പരിക്ക് പറ്റിയ സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ 2 സർട്ടിഫിക്കറ്റും പോലീസ് തയ്യാറാക്കിയ സീൻ പ്ലാനുമാണ് ഈ കേസിലെ നിർണായകമായ സംഭവങ്ങൾ. അപ്പം RTO വന്ന് ഈ വാഹനം പരിശോധിക്കുമ്പോൾ ഈ വാഹനത്തിന് മോഡിഫിക്കേഷൻ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ആ സർട്ടിഫൈ ചെയ്യും. ഇങ്ങനെ വാഹനം മോഡിഫൈ ചെയ്തിരിക്കുന്നു, നിയമവിരുദ്ധമായി മോഡിഫൈ ചെയ്തിരിക്കുന്നു. അതൊരു പോയിൻ്റാണ്. ആ മോഡിഫൈ ചെയ്തതിന് ഒരു ഫൈൻ നിങ്ങൾ RTOയിൽ അടയ്ക്കേണ്ടി വരും. രണ്ടാമത്, നിങ്ങൾ ഹോസ്പിറ്റലൈസ് ചെയ്യുമ്പം അവിടെ നിന്ന് ഡോക്ടർ നിങ്ങൾക്ക് ഇങ്ങനെ ഭാഗങ്ങളിൽ പൊട്ടലുണ്ടായിട്ടുണ്ട്, ഇങ്ങനെ 3 സർട്ടിഫിക്കറ്റാണ് നമുക്ക് ക്ലെയിമിന് വേണ്ടി പരിഗണിക്കുക. അപ്പം നമ്മുടെ വാഹനം ഇൻഷുർ ചെയ്തിട്ടുണ്ട്, കറക്റ്റായിട്ട് ഇൻഷുറൻസ് ഉണ്ട്,
അപ്പോൾ ഈ ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് നമുക്ക് സാധുവായ ഒരു ഇൻഷുറൻസ് വേണം. അതിന് കാരണം ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് ഈ വാഹനത്തിന് ഒരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ തൊട്ട് മുമ്പുള്ള മണിക്കൂറിൽ, അത് ഞാൻ പറയുകയാണ് 10 മണിക്ക് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്ന് പറയുമ്പം 9:55 മണിക്ക് എൻ്റെ ഇൻഷുറൻസ് കവറേജ് പോയിരുന്നുവെങ്കിൽ ഇൻഷുറൻസ് കമ്പനി ഉത്തരവാദിയല്ല. അപ്പോൾ സാധുവായ ഒരു ഇൻഷുറൻസ് വേണം. രണ്ടാമത് ഈ വാഹനത്തിന് ഒരു രജിസ്ട്രേഷൻ ഉണ്ട്, രജിസ്ട്രേഷൻ RC ഉണ്ട്. മൂന്നാമത് ഇത് ഓടിക്കുന്നയാൾക്കൊരു ലൈസൻസും വേണം. ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയാണ്. അപ്പോൾ RC ഓണർ ആർക്കാണ് വണ്ടി കൊടുത്തത്? പ്രായപൂർത്തിയായവർ. അപ്പോൾ ഇതിൻ്റെ ഇൻഷുറൻസ് ആര് കൊടുക്കണം? ഇയാൾക്ക് ക്ലെയിം ആര് കൊടുക്കണം? അതായത് ഞാൻ പോയി കോടതി നിൽക്കുകയാണ്, എനിക്ക് പരുക്ക് പറ്റി, എല്ല് പൊട്ടിയിട്ടുണ്ട്, എനിക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല, ഈ വണ്ടിയാണ് മുട്ടിയത്, എനിക്ക് ഇൻഷുറൻസ്, എനിക്ക് അതിന് നഷ്ടപരിഹാരം കിട്ടണം, നഷ്ടപരിഹാരത്തിന് ഞാൻ അർഹനാണ്, അപ്പോൾ എനിക്ക് തരണ്ടേ? RC ഓണർ വേണം തരാൻ. RC ഓണർക്ക് കൈ കാശുണ്ടെങ്കിൽ അത് കൊടുക്കാം. അതല്ലേ പിന്നീട് സംഭവിക്കാൻ പോകുന്ന കാര്യം, ഈ RC ഓണറുടെ പേരിൽ വസ്തുവകകൾ വല്ലതും ഉണ്ടെങ്കിൽ എതിർ കക്ഷി ഇതെല്ലാം കൂടെ ഈ കേസിലേക്ക് അക്വയർ ചെയ്യിക്കും, അല്ലെങ്കിൽ അതിലേക്കാക്കും. ഇപ്പോൾ കോടതി പറയും നിങ്ങൾ ആ പൈസ കൊടുത്ത് കോടതിക്ക് വെളിവെച്ച് സെറ്റിൽ ചെയ്യും, അതല്ലേ നിങ്ങൾ നിയമപരമായ നടപടി നേരിടാൻ തയ്യാറായിക്കോ എന്ന് പറയും. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പേരിലുള്ള വസ്തുവകൾ, എൻ്റെ കയ്യിൽ നിൽക്കാത്ത തുകയാണ്, എൻ്റെ പേരിലുള്ള വസ്തുവകൾ വിറ്റിട്ട് ഞാൻ ഈ കടം വീട്ടാൻ നടക്കണ്ടേ? അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു കേസിൽ 34 ലക്ഷം രൂപ കോടതിക്ക് വെളിയിൽ വെച്ച് അയാൾ പണിത് വീട് പണി നടന്നിട്ട് അധിക കാലമായില്ല, ഒരു 2 വർഷം പോലും ആകാത്ത വീട് വിറ്റ് 34 ലക്ഷം രൂപ എതിർ കക്ഷിക്ക് കൊടുത്ത് ആ കേസ് സെറ്റിൽ ചെയ്യേണ്ടതായ സാഹചര്യം ഉണ്ടായി. അപ്പം നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രായപൂർത്തിയാകാത്ത ഒരാൾ ആണോ പെണ്ണോ വാഹനം ഓടിച്ച് റോഡിൽ അപകടമുണ്ടായാൽ ഒരു പോലീസ് കേസിലേക്ക് വന്നാൽ നിങ്ങൾ അതിൻ്റെ ക്ലെയിം എങ്ങനെ ചെയ്യും? അതതിനകത്ത് ഒന്നാമത്തെ പോയിൻ്റ്. അത് കൊടുക്കാൻ 1-2 ലക്ഷം നമ്മൾ കൊടുക്കാൻ നോക്കാം. ഒരു 10 ലക്ഷം വന്നാലോ? നമുക്ക് കൊടുക്കാൻ കൈ കാശില്ലെങ്കിൽ നമ്മുടെ പേരിലുള്ള വസ്തുവകകളൊക്കെ വിറ്റ് നമ്മൾ ഈ കടം വീട്ടേണ്ടതായിട്ട് വരും. ഒന്നത്. രണ്ടാമത്, ഇങ്ങനെ ഒരു വ്യക്തി ഓടിക്കുന്ന വാഹനം, ഒരു പ്രായപൂർത്തിയാകാത്ത വ്യക്തി ഓടിക്കുന്ന വാഹനം ഒരാളെ തട്ടി അയാൾ ഡെത്തായാൽ ഈ കാര്യങ്ങളിലൊന്നും ഇത് നിൽക്കുകയില്ല, വീണ്ടും മാറുകയാണ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഞാൻ ഓടിച്ച വാഹനം തട്ടി ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു, എനിക്ക് 25 വയസ്സ് കഴിയാതെ പിന്നെ ലൈസൻസ് കിട്ടില്ല. കാരണം പ്രായപൂർത്തിയാകാത്ത പ്രായത്തിൽ ഞാൻ ഈ സാഹസം കാണിച്ച് ഒരാളെ ജീവൻ എടുത്തിരിക്കുന്നു. അപ്പോൾ ആ 25 വയസ്സ് കഴിയണം. ഒരു പക്വതയാകുന്ന പ്രായത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഒന്ന്. രണ്ടാമത്, ഈ മരണപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ള ഈ MACT ചെല്ലുമ്പോൾ ഒരു ചോദ്യം വരും. അയാളൊരു കുടുംബനാഥനാണ്, ഒരു സർക്കാർ ജീവനക്കാരനാകാം, അതിൽ മേലെ. ഇനി ഒരു ഡോക്ടറാണെങ്കിൽ അത് ആ നഷ്ടപരിഹാരം കുത്തനെ അങ്ങ് പോവും, കാരണം അയാളുടെ പ്രൊഫഷൻ അതാണ്. അപ്പം ഭീമമായ ഒരു തുക കൊടുക്കാൻ കോടതി പറഞ്ഞ സമയത്ത് എൻ്റെ കയ്യിൽ കൊടുക്കാനില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യും? അതാണ് ഇതിനെ നിസ്സാരവൽക്കരിക്കരുത് എന്ന് പറയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, റോഡിലിറങ്ങി വാഹനം ഓടിക്കാനായിട്ട് അനുമതി കൊടുത്തിട്ടുള്ളത് പ്രായപൂർത്തിയായ ലൈസൻസ് ഉള്ള ഒരാൾക്കാണ്. ലൈസൻസ് ഇല്ലാത്ത വ്യക്തി ഓടിച്ച് വാഹനം അപകടത്തിൽപ്പെടുകയോ എന്തെങ്കിലും കുഴപ്പത്തിൽ ചാടി ചെയ്താൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഒന്നാമത് ലൈസൻസ് ഇല്ലാത്ത വ്യക്തിക്ക് 5000 രൂപ ഫൈൻ വരും, അത് ഓടിക്കാൻ കൊടുത്ത വ്യക്തിക്ക് 5000 രൂപ ഫൈൻ വരും, ഇത് അപകടത്തിൽപ്പെട്ട 25000 രൂപ കോടതിയിൽ അടയ്ക്കേണ്ടി വരും, നഷ്ടപരിഹാരം RC ഓണർ കൊടുക്കേണ്ടി വരും. ആൾ ഡെത്തായി പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് പിന്നെ ഭാവിയിൽ ഒരു ലൈസൻസ് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കും. രണ്ടാമത്, ആ ഡെത്തായ ആളുടെ ആ പ്രൊഫഷൻ, അല്ലെ അയാളെ എങ്ങനെയാണ് അയാളൊരു കുടുംബത്തിൻ്റെ നാഥനാണോ എന്നുള്ള ഒരു പരിരക്ഷ വെച്ച് ഇതിൻ്റെ നഷ്ടപരിഹാരം കുത്തനെ അങ്ങോട്ട് കൂടി പോകും. അപ്പോൾ ആ വരുന്ന സമയത്ത് ഇത് സ്വന്തം RC ഓണർ സ്വന്തം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടായ ഒരു സാഹചര്യം വന്നാൽ നമ്മളെന്ത് ചെയ്യും? അപ്പം മാതാപിതാക്കൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയുള്ള നിയമപ്രശ്നങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. 1-2 പ്രാവശ്യം രക്ഷപ്പെടാം, 3ാമത്തെ പ്രാവശ്യം നമ്മൾ പെട്ടുപോയാലോ? ഇന്നത്തെ കാലത്ത് പഴയ കാലം പോലല്ല, എല്ലാ സ്ഥലങ്ങളും CC ക്യാമറ, മറ്റു കാര്യങ്ങൾ, ഗവൺമെൻറ്റും പോലീസും MBD ഡിപ്പാർട്ട്മെൻറ്റും എല്ലായിടത്തും ക്യാമറയുണ്ട്, എല്ലാ ഷോപ്പുകളിലും ക്യാമറയുണ്ട്, റോഡിലുണ്ട്. വഴിയെ നടന്നു പോകുന്നവരെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്യും. തെളിവുകളൊന്നും മാഞ്ഞു പോവുകയില്ല, തെളിവുകൾ കൃത്യമായിരിക്കും, നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനൊരു അപകടവും കൂടെ ഇതിൻ്റെ പുറകിലുണ്ട്.